ഹായ്, ഏവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വെൽക്കം ടു നേപ്പാൾ. ഇന്നലെ രാത്രി നേപ്പാളിലെത്തി. ലുംബിനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ലുംബിനിയുടെ പരിസര ഭാഗത്തൊക്കെയാണ് കറക്കം. ലുംബിനിയിൽ പ്രധാനമായിട്ടും കാണാനുള്ള ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണ്. പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. പിന്നെ അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് കുറേ ആശ്രമങ്ങളും മൊണാസ്ട്രികൾ, ആരാധനാ കേന്ദ്രങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഭാഗത്തുണ്ട്. കപിലവസ്തുവിലെ രാജാവായിരുന്ന ശുദ്ധോദനന്റെയും പത്നി മായാദേവിയുടെയും മകനായിട്ടാണ് ശ്രീബുദ്ധൻ എന്ന സിദ്ധാർത്ഥ ഗൗതമൻ ജനിക്കുന്നത്. BC 568 ലുംബിനിയിലെ പ്രദേശത്തെ ജനനം. അതായത് തൻ്റെ പിതാവിനെ കാണണമെന്ന ആഗ്രഹത്താൽ വ്യാഘ്രപുരിയിലേക്ക് യാത്രയായ മായാദേവി ലുംബിനിയിലെ പ്രദേശത്തെത്തുകയും ഒരു ആൽമര ചുവട്ടിൽ വെച്ച് ശ്രീബുദ്ധന് ജന്മം നൽകുകയാണ് ഉണ്ടായത്. ശ്രീബുദ്ധൻ ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ സ്ഥലങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീബുദ്ധൻ ജനിക്കുന്നത്. മായാദേവി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കിടക്കാൻ ഇന്ത്യക്കാർക്ക് 40 രൂപ, നേപ്പാളീസ് രൂപ 40 ആണ് ചാർജ്. ഇന്ത്യൻ റുപ്പി 25,000 വാങ്ങിക്കും. പിന്നെ അതിനകത്തേക്ക് കയറുമ്പോൾ ചെരുപ്പോടെ പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെ ചെരുപ്പ് കഴിച്ചു വെക്കണം. മായാദേവി ക്ഷേത്രത്തിനോട് നേരെ നടന്നു കഴിഞ്ഞാൽ കുറേ മൊണാസ്ട്രികളുണ്ട്. അതായത് ഈ ഭാഗത്തൊക്കെ നിറയെ മൊണാസ്ട്രികളാണ്. പല രാജ്യങ്ങൾ സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച കുറേ മൊണാസ്ട്രികളുണ്ട് ഈ ഭാഗത്ത്. ശ്രീലങ്ക, തൈവാൻ, വിയറ്റ്നാം, ഓസ്ട്രേലിയ തുടങ്ങിയ അനേക രാജ്യങ്ങളിൽ നിന്ന് നിർമ്മിച്ച മൊണാസ്ട്രികളുണ്ട്. ഇവിടുന്ന് ഈ കനാലിൻ്റെ അറ്റം വരെ 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ട് നടന്നു പോകണമെന്നില്ല, ബോട്ടുണ്ട്. ബോട്ട് സർവീസ് നേപ്പാളീസ് രൂപ 40 കൊടുത്താൽ ബോട്ട് സർവീസ് കിട്ടും. എന്നിട്ട് നടക്കുന്ന വഴി ഈ ഭാഗത്തുള്ള ഇടത് ഭാഗത്തുള്ള കുറച്ച് മൊണാസ്ട്രി വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓസ്ട്രിയ നിർമ്മിച്ച ഒരു മൊണാസ്ട്രിയാണ്. ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമായതുകൊണ്ട് തന്നെ ബുദ്ധമത വിശ്വാസികളുള്ള മറ്റു രാജ്യങ്ങളായ ശ്രീലങ്ക, വിയറ്റ്നാം, തായ്വാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ ലുംബിനിയുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് തന്നെ ലുംബിനിയിൽ അവർ പല മൊണാസ്ട്രികൾ നിർമ്മിക്കാൻ തയ്യാറായിട്ടുള്ളത്. വിയറ്റ്നാം നിർമ്മിച്ച ഒരു മൊണാസ്ട്രിയാണ്. നല്ല അടിപൊളി മൊണാസ്ട്രി. കാണുമ്പോൾ തന്നെ ഈ വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട്. ചുറ്റും പൂന്തോട്ടവും ചെറിയ കുളങ്ങളും ഇതിനോടെ ഒരു വിവിധ തരം പക്ഷിയൊക്കെ ഉണ്ട്.
കൊക്കിനെ പോലത്തെ ഒരു പക്ഷിയൊക്കെ ഉണ്ട്. തലൻ്റെ മേലെ ഒരു ചുവപ്പ് കളറൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലം. ഭംഗിയുള്ള സ്ഥലം. കാരണം ഒരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു മൊണാസ്ട്രി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ലുംബിനിയിലെ ഈ ഭാഗത്ത് തലങ്ങും വലങ്ങും മൊണാസ്ട്രികളും പഗോഡകളുമാണ്. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാം നല്ല വൃത്തിയിൽ പരിപാലിച്ചിട്ടുണ്ട്. അതാണ് പ്രധാന ആകർഷണം. സിംഗപ്പൂരിന്റെ കോൺട്രിബ്യൂഷനായ ഒരു മൊണാസ്ട്രിയാണിത്. എല്ലാ മൊണാസ്ട്രികളിലും ചുറ്റിലും ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് നല്ല വൃത്തിയിലും ഭംഗിയിലും പരിപാലിച്ചിട്ടുണ്ട്.
മൊണാസ്ട്രിയുടെ ആ ഭാഗങ്ങളിൽ നിന്ന് കനാലിൻ്റെ അരികിലൂടെ ഇങ്ങനെ വന്നാൽ പിന്നെ നേരെ എത്തുന്നത് ഇങ്ങനെ കുറേ ലോക്കൽ ഷോപ്പിൻ്റെ അടുത്തേക്കാണ്. कितना रुपये? 40 रुपये. ജപ്പാൻ നിർമ്മിച്ചു നൽകിയ ലുംബിനിയിലെ വേൾഡ് പീസ് പഗോഡയാണ് ഈ കാണുന്നത്. $41 മീറ്ററാണ് ഈ പീസ് പഗോഡയുടെ മൊത്തം ഉയരം. ആയിരത്തി 1993 തറക്കല്ലിട്ട ഈ പീസ് പഗോഡയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് 2001 2001 നവംബർ മാസത്തിൽ. ഒരുപാട് ദൂരം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ലുംബിനിയുടെ മായാദേവി ടെമ്പിളിലും മൊണാസ്ട്രിയിലും പിന്നെ ഈ പീസ് പഗോഡ വരെയൊക്കെ കുറേ ദൂരം നടന്നിട്ടുണ്ട്. ഓട്ടോ ഉണ്ട്. ആ ബോട്ട് ഇറങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് ഓട്ടോ ഉണ്ട്. ഓട്ടോ ചാർജ് ഇവിടുത്തെ 150 രൂപ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ 100 രൂപേൻ്റെ അടുത്ത് വരും. വേണ്ട, 10-15 മിനിറ്റ് നടന്നാൽ പൈസൻ്റെ ലാഭമല്ലോ. നടന്ന് തിരിച്ചങ്ങോട്ട് നടക്കാൻ അവിടെ നിന്ന് എന്തെങ്കിലും ബോട്ട് പിടിക്കാം. ബോട്ടിൻ്റെ ഏരിയയിൽ നിന്ന് 40 രൂപ കൊടുത്ത് ബോട്ട് പിടിച്ചിട്ടാണ് മായാദേവി ടെമ്പിളിൽ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് നടക്കണ്ട. ഒരു ബോട്ട് റൈറ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ. ശ്രീലങ്ക സ്പോൺസർ ചെയ്ത് പണിയെടുപ്പിച്ച ഒരു മൊണാസ്ട്രിക്കകത്താണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി വിശാലമായ മൊണാസ്ട്രിയാണ്. ഇതുവരെ കണ്ട മൊണാസ്ട്രിയിൽ കുറച്ചുകൂടി വിസ്തൃതമായ ഒരു മൊണാസ്ട്രിയാണ്. നേപ്പാളിലെ ലുംബിനിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നേപ്പാളിൽ നിന്നുമുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.